അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് രാജസ്ഥാനിലെ ജയ്പൂരിൽ ബുൾഡോസർ നടപടി തുടരുകയാണ്. സുരക്ഷയുടെ ഭാഗമായി 24 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ദേവാലയങ്ങളാണ് ബുൾഡോസർ നടപടിയിൽ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഉണ്ട് നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഇപ്പോൾ രാജസ്ഥാനിൽ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ബുൾഡോസർ നടപടികൾ പാടില്ല എന്ന കോടതിയുടെ ഉത്തരവൊക്കെ നിലനിൽക്കുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ഏതാണ്ട് 24 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് രാജസ്ഥാനിൽ സംഭവിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 3000 പോലീസുകാരും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും സന്നാഹത്തോടെയാണ് ഈ ബുൾഡോസർ നടപടി ജയ്പൂരിലെ മാളവ്യ നഗറിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിന്റെ വീതി 35 അടിയിൽ നിന്നും 80 അടിയാക്കി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അനധികൃത കയ്യേറ്റങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പള്ളിയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ 2 ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 5 ദേവാലയങ്ങളാണ് ഈ ഒരു നടപടിയിൽ, ഈ ബുൾഡോസർ നടപടിയിൽ പൊളിച്ചു കളയാനുള്ളത്. ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ ഒരു നടപടി പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും ജയ്പൂർ ഭരണകൂടം എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള സന്നാഹങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ജയ്പൂർ കളക്ടറേറ്റിന് കീഴിലുള്ള പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ഈ റാലികളും പ്രതിഷേധങ്ങളും മറ്റ് പ്രകടനങ്ങളും എല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധനം ജൂൺ 22-ാം തീയതി വരെ തുടരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അർദ്ധരാത്രി വരെ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുംബൈയിലെ ബാന്ദ്രയിൽ സമാനമായി തന്നെ ഒരു ബുൾഡോസർ നടപടി നടത്തിയ സമയത്ത് അവിടെ ചില ദേവാലയങ്ങളെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയിരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള ജനരോഷം, പ്രതിഷേധം എല്ലാം തന്നെ അത് പിന്നീട് കയ്യാങ്കളിയിലേക്കും വലിയ കയ്യേറ്റങ്ങളിലേക്കും പോയിരുന്നു. സമാനമായിട്ടുള്ള അവസ്ഥ ജയ്പൂരിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ് ഇപ്പോൾ ഇതിൽ ജയ്പൂരിൽ നടത്തിയിരിക്കുന്നത്. ഇതുവരെയും പ്രതിഷേധങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജയ്പൂർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജി.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.